ആരെങ്കിലും ഞാൻ യൂണിവേഴ്സിനെ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഇതായിരിക്കുമെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ അട്ടർ ഫൂൾസ്. കാരണം കോംപ്ലക്സ് ഇതിനേക്കാളും നിങ്ങളുടെ സെൻസറി പെർസെപ്ഷൻ്റെ അപ്പുറത്താണ് യൂണിവേഴ്സ് എന്ന് മാത്രം പറഞ്ഞാലേ പറ്റുള്ളൂ. അതൊക്കെ തന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മൾട്ടിവേഴ്സിനെ കുറിച്ച് പറയാം, ഈ പറഞ്ഞ ഡിസ്റ്റൻസുകളെന്ന്, ഈ കാണുന്ന ഡിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു ഗാലക്സിയിൽ നിന്ന് മറ്റൊരു ഗാലക്സിയിലേക്കുള്ള ദൂരം എത്ര ബില്യൺ ലൈറ്റ് ഇയേഴ്സാണ്. ആലോചിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു മനുഷ്യ മനസ്സിൽ ആ ദൂരത്തെ ഫിസിക്കലായിട്ട് സങ്കല്പിക്കാൻ പോലും നമ്മളെ കൊണ്ടാവില്ല. ഒന്നും വേണ്ട, ഈ മിൽക്കി വേ ഗാലക്സിയുടെ ഡയമീറ്റർ പോലും ചിന്തിക്കാനാവില്ല. നമുക്കൊരു പടം ഇങ്ങനെ വരച്ചു വെച്ചിട്ട് ഇതാണ് 10 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ദൂരം എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷിക്കാന്നല്ലാതെ അതിനെ ഇൻറ്റേർണലൈസ് ചെയ്യാൻ നമുക്കുണ്ടാവില്ല ആ ദൂരത്തെ. ഓക്കെ, അങ്ങനെ ഇൻറ്റേർണലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് യൂണിവേഴ്സിൽ. അത് തന്നെയാണ് നിങ്ങളുടെ ആറ്റം സ്ട്രക്ചർ, ന്യൂക്ലിയസ്, അതിനുള്ളിലുള്ള സംഭവിക്കുന്ന ഈ വിരുദ്ധമായിട്ടിരിക്കുന്ന പ്രോട്ടോണുകളും എല്ലാം ഒരുമിച്ച് വന്ന ന്യൂട്രോണൊപ്പം അവിടെ ഒരുമിച്ചിരിക്കുന്നത്. എത്രയോ ശക്തമായ ബലത്തിൻ്റെ ഉള്ളിലാണ് അത് അവിടെ ഇരിക്കുന്നത്. അതിനെ ചുറ്റി എത്രയോ ദൂരത്തിലുള്ള ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളിൽ അനന്തമായ ഗ്യാപ്പ്, ഈ പറഞ്ഞ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആ ദൂരത്തിനിടയ്ക്കുള്ള ദൂരം, അത് ഈ അനന്ത ദൂരങ്ങളെ പോലെ തന്നെയുള്ള ദൂരങ്ങളാണ്.